സോജില പാസ് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പാസ്സാണ് സോജില പാസ്. ശ്രീനഗറിനെയും ലഡാക്കിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പാസ്സാണ് സോജില പാസ്. അതെന്തുകൊണ്ടാണ് ഇത്രയും ഡേഞ്ചറസ് എന്ന് പറയാൻ കാരണം എന്നറിയോ? ഒരു സൈഡിൽ ഫുള്ള് വലിയ വലിയ മലകളാണ്. എപ്പോൾ വേണേലും താഴേക്ക് ഉരുണ്ട് വീഴാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പാറക്കെട്ടുകൾ. സ്ലൈഡിങ് അവിടുത്തെ ഒരു നിത്യ സംഭവം എന്ന് തന്നെ പറയാം. ഞങ്ങളാണെങ്കിൽ പോണ വഴിക്ക് ഫുള്ള് ട്രാഫിക്, മുമ്പിൽ എവിടെയൊക്കെയോ സ്ലൈഡിങ്ങുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റുന്ന ഇതിൽ ഫുള്ള് ട്രാഫിക് നിൽക്കുകയാണ്. ഈ പെരുമഴയത്ത് എപ്പോഴാണ് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ല. ഇപ്പുറത്തെ സൈഡാണ് ഫുള്ള് കൊക്ക. ഒരു ഇത്തിരി വഴി കൂടിയാണ് അത്രയും ആളുകൾ ഇടിച്ച് തിങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കാശ്മീരിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്കാണ് യാതൊരു ലക്കും ലഗാനും ഇല്ലാത്ത പോക്കാണ് അവർ പൊക്കോണ്ടും ഇരിക്കുന്നത്. എങ്ങനെ അവർ ഇത്ര ധൈര്യമായിട്ട് പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഇതൊക്കെ പറഞ്ഞാലും അവിടെ നിന്നുള്ള വ്യൂ, അതാണ് സോജില പാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത്. എന്തൊരു ഭംഗി അവിടെ നിന്ന് കാണാമെന്നറിയോ? ഞങ്ങൾ പോണ വഴിക്ക് മുഴുവൻ മഴയായിരുന്നു. ബട്ട് സ്റ്റില് വിസിബിലിറ്റി ഇച്ചിരി കുറവായിരുന്നു. എങ്കിൽ പോലും ആ ഒരു ഏരിയയും അവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത്ര ഭംഗിയാണ് ആ ഒരു ഏരിയ കാണാനായിട്ട്. സോജില പാസിൽ കൂടെയുള്ള യാത്ര ലൈഫിൽ ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് നമ്മൾ ഇന്ത്യൻസ് നടത്തിയിരിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് പിന്നെ ഒരു കാര്യത്തിനോട് പേടിയില്ലാതെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇച്ചിരി മഴയും മഞ്ഞും ഒക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ. പക്ഷെ അവിടുത്തെ പാസ് എപ്പോഴും ഒന്നും തുറക്കത്തില്ല. കുറച്ച് സമയങ്ങളിലൊക്കെ അത് തുറക്കത്തുള്ളൂ. ഹെവി സ്നോഫോള്, അതുപോലെ സ്ലൈഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സോജില പാസ് അടയ്ക്കാനുള്ള ചാൻസും ഉണ്ട്. ശ്രീനഗറിനെയും ലേനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രമുഖ റൂട്ട് എന്ന് തന്നെയാണ് ശരിക്കും സോജില പാസ് പറയുന്നത്. എന്തായാലും ഞങ്ങളുടെ യാത്ര ഒരു കിടിലൻ അനുഭവമായിരുന്നു. ലാസ്റ്റ് 0 പോയിന്റിൽ വന്നൊരു ചായ കുടിച്ചപ്പോഴാണ് മനസ്സമാധാനമായതെന്ന് തന്നെ വേണം പറയാനായിട്ട്.